മക്കളെ, നമുക്ക് പാഠത്തിന്റെ മറ്റു പാരഗ്രാഫുകളിലേക്ക് പോകണം. ഞാൻ ഒപ്പം തന്നെ നിങ്ങൾക്ക് അതിന്റെ അർത്ഥങ്ങൾ, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ആ ലേബർ ഇന്ത്യയിലെ ഫോട്ടോ കോപ്പി എടുത്ത് ഞാൻ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ പകർത്തിയെടുക്കുക. ലേബർ ഇന്ത്യ കയ്യിലുള്ളവര്, പുതിയത് നമ്മളവിടുന്ന് വാങ്ങിച്ചവരാണെങ്കിൽ പകർത്തണമെന്നൊന്നുമില്ല. അത് പഠിക്കാൻ പറഞ്ഞ പഠിച്ചാൽ മതി കൃത്യമായിട്ട്. ഓക്കെ, മനസ്സിലാവണ്ടോ? ഇവിടെ നമ്മള് ഇതുവരെ എടുത്തത് എന്താണ്? സ്ക്വിറലിനെ പരിചയപ്പെട്ടു ഇല്ലേ? അണ്ണാരക്കണ്ണനെ പരിചയപ്പെട്ടു. ആര്? നമ്മുടെ ഈ കൊച്ചുകുട്ടി. അപ്പൊ അയാളുമായിട്ടുള്ള ചങ്ങാതത്തെ കുറിച്ച് പറയണം. ഓക്കെ, അതല്ലേ നമ്മളെടുത്തത്. നമ്മള് യെസ്, അടുത്ത പാരഗ്രാഫിൽ നോക്കൂ. Before long, he was diving into my pockets and helping himself to whatever he could find. അപ്പൊ തുടക്കമൊക്കെ സത്യത്തില് സ്ക്വിറലിന് പേടിയാണ് മനുഷ്യരായിട്ട് എങ്ങനെ ചങ്ങാത്തം കൂടുക? മനുഷ്യരുടെ കയ്യിൽ ഉപദ്രവിക്കാനായിട്ട് ആയുധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് അല്ലേ? പക്ഷേ ബിഫോർ ലോങ്, അധികം താമസിക്കുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ അധികം നാളുകൾക്ക് മുമ്പ് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഹി വാസ് ഡൈവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ്. ചങ്ങാത്തം കൂടി തുടങ്ങി. ഹി വാസ് ഡൈവിങ് എന്ന് വെച്ചാൽ തിരയുക. ഞാൻ അർത്ഥം തന്നിട്ടുണ്ട്. ഇൻ ടു മൈ പോക്കറ്റ്സ് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ എന്റെ പോക്കറ്റിലേക്കൊക്കെ നോക്കി തിരയാനുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ അടുപ്പായി തുടങ്ങി. ആര്? സ്ക്വിറലായിട്ട്. ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്. നമ്മൾ പോക്കറ്റിലേക്കൊക്കെ നോക്കില്ലേ? വേറൊരാളുടെ പോക്കറ്റിലേക്കൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വേണം. അപ്പോ ഈ കൊച്ചുകുട്ടിയുടെ പോക്കറ്റിലൊക്കെ എന്താ ഉള്ള വെച്ചാൽ എടുക്കാനുള്ള, തിരയാനുള്ള ഒരു സ്വാതന്ത്ര്യം ആർക്കുണ്ടായി? ഈ സ്ക്വിറലിനുണ്ടായി എന്നാ പറയണത്. He was a very young squirrel, ചെറിയ അണ്ണാരക്കണ്ണനാണ്. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, അയാളുടെ സുഹൃത്തുക്കളൊക്കെ, അണ്ണാരക്കണ്ണന്റെ സുഹൃത്തുക്കള് അല്ലേ? അങ്ങനെയല്ലേ മനസ്സിലാക്കുക നിങ്ങള്? ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, അവന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ പ്രോബബിളി ഒരു പക്ഷേ തോട്ട്, ചിന്തിച്ചിട്ടുണ്ടാകാം, ഹിം, അവനെ കുറിച്ച്. ഹെഡ് സ്ട്രോങ്, എന്താ ഹെഡ് സ്ട്രോങ് ആവാന്ന് പറഞ്ഞാൽ? ഹെഡ് തല, സ്ട്രോങ് തലക്കനം. ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ, ഒരു മനുഷ്യനൊക്കെ ട്രസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രമാത്രം ഒരു വിഡ്ഢിയായാലല്ലേ, തലക്കനുള്ളവർക്കല്ലേ സാധിക്കുള്ളൂ. എങ്ങനെ ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുക? ഒരുപക്ഷെ അണ്ണാരക്കണ്ണന്റെ കൂട്ടുകാരും ബന്ധുക്കളൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും എന്നാണ് ഇവിടെ ഓതർ പറയുന്നത്. ഓക്കെ, യെസ്. ഇൻ ദ സ്പ്രിംഗ്, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ചോദ്യങ്ങളുണ്ട് അല്ലേ? ഹൗ ഡിഡ് ദ സ്ക്വിറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? ആ കുട്ടിയുടെ എങ്ങനെയാണ് ഒരു കൂട്ടുകാരനായി തീർന്നത് ഈ സ്ക്വിറൽ? ആ ചോദ്യത്തിന്റെ ഉത്തരമൊക്കെ ഞാൻ ഇട്ടുതരാം. ഓക്കെ, വാട്ട് ഡിഡ് ദ ഫ്രണ്ട്സ് ഓഫ് ദ സ്ക്വിറൽ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ഹ്യൂമൻ? മനുഷ്യരുമായിട്ടുള്ള ഈ ചങ്ങാതത്തെ കുറിച്ച് ഈ അണ്ണാരക്കണ്ണന്റെ കൂട്ടുകാരും ബന്ധുക്കളൊക്കെ എന്താ വിചാരിക്കണേന്നും. വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ, എന്തുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കാൻ കാരണമെന്ന് അതിന്റെ ഉത്തരം ഞാൻ തരാം. ഓക്കെ, ഇതൊക്കെ ഇപ്പൊ മനസ്സിലായതല്ലേ നിങ്ങൾക്ക്? അത് എഴുതാൻ അറിയണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ? കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് നോക്കാം നമ്മൾ. ഇൻ ദ സ്പ്രിംഗ് സീസണില്, വസന്തകാലം ആവുമ്പോ, when the banyan tree was full of small red figs, ബാനിയൻ ട്രീയില്, ആൽമരത്തില് മുഴുവനും ഫിക്സുകൾ എന്ന് പറഞ്ഞാല് പഴങ്ങള്, ഒരുമാതിരി ചുവന്ന കളറുള്ള പഴങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സമയമാണ് ഈ സ്പ്രിംഗ് സീസൺ. ഓക്കെ, അപ്പൊ എന്താ ഉണ്ടാവാന്നറിയോ? ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ് അല്ലേ? ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ്. അപ്പൊ ഈ സ്പ്രിംഗ് സീസണില് ഈ പഴങ്ങളൊക്കെ ആൽമരത്തിലുണ്ടാവുന്ന ആ സമയത്തുണ്ടല്ലോ, എല്ലാ തരത്തിലുള്ള ബേർഡ്സുകള് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്, ഈ ആൽമരത്തിന്റെ ശിഖരങ്ങളിൽ ചേക്കേറും. ഒരുപാട് പക്ഷികളും വൈവിധ്യമാർന്ന പക്ഷികളൊക്കെ അടിഞ്ഞുകൂടും ഈ ആൽമരത്തിന്റെ അവിടെ. ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ, റെഡ് ബോട്ടംഡ്, റെഡ് ചുവന്ന,
ബോട്ടംഡ് എന്ന് വെച്ചാൽ അടിഭാഗം ചുവന്നിരിക്കുന്ന ബുൾബുൾ പഴങ്ങള്. ചിയർഫുൾ ആൻഡ് ഗ്രീഡി, എന്താ ചിയർഫുൾ അല്ലേ, എന്ത് രസമാണ് കാണാനായിട്ട്. ആൻഡ് ഗ്രീഡി, കണ്ടാ ഭയങ്കരമായിട്ട് ആർത്തി തോന്നും അത് കഴിക്കാനായിട്ട്. ഓക്കെ. ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്, റോസി പാസ്റ്റർ എന്ന് പറഞ്ഞാൽ മറ്റൊരു പക്ഷി, വേറൊരു തരത്തിലുള്ള പക്ഷി. ആൻഡ് പാരറ്റ്സ്, തത്തകള്. ആൻഡ് ക്രൗസ്, കാക്കകള്, ഇവറ്റങ്ങളെല്ലാം തുടങ്ങി വൈവിധ്യമാർന്ന പക്ഷികളെല്ലാവരും ഈ ആൽമരത്തിൽ അടിഞ്ഞുകൂടും. ഏത് സീസൺ ആവുമ്പോ ഈ സ്മോൾ റെഡ് ഫിക്സുകളൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, സ്പ്രിംഗ് സീസണിലുണ്ടാവുക. ഓക്കെ. സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ, തമ്മിൽ വഴക്കടിക്കുക, കലഹണ്ടാക്കുക. ആലോചിച്ചൊക്കെ പക്ഷികളെല്ലാവരും കൂടി, പല സംസ്കാരമുള്ള പല തരത്തിലുള്ള പക്ഷികളെല്ലാവറ്റും കൂടി ഈ ആൽമരത്തില് അടിഞ്ഞു കയറുമ്പോ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് വഴക്കൂടും. സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. ഓക്കെ. ഡ്യൂറിംഗ് ദ ഫിഗ് സീസൺ, ഈ ഫിഗ് സീസണില് പഴങ്ങളൊക്കെ ഉണ്ടാവുന്ന ഈ കാലത്ത്, ദ ബാനിയൻ ട്രീ വാസ് ദ നോയ്സസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ആ ഒരു റോഡിലെ തന്നെ ഈ ആൽമരം എന്ന് പറയുന്ന ആ പ്രദേശം സത്യത്തില് ശബ്ദമുഖരിതമാകും എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാ ശബ്ദമുഖരിതമാവാൻ കാരണം? ഈ പഴങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പക്ഷികളും കയറി വരണ സ്ഥലമാണത്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഈ പഴങ്ങൾ തിന്നാൻ വേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് നോയ്സസ്റ്റ് ആയത് അല്ലേ. നോക്കൂ, ഹൗ വാസ് ദ ബാനിയൻ ട്രീ ദ നോയ്സസ്റ്റ് പ്ലേസ് ഡ്യൂറിംഗ് ദ ഫിഗ് സീസൺ? അതിന്റെ ഉത്തരം എന്താന്നുള്ളത് മലയാളത്തിൽ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും. അത് ഇംഗ്ലീഷിലൊന്ന് എഴുതി കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ടെക്സ്റ്റിലെ പാസേജ് തരും, എന്നിട്ട് ഷോർട്ട് ക്വസ്റ്റ്യൻ തരിക ചെയ്യുക. അപ്പൊ അതിന്റെ ഉത്തരങ്ങളൊക്കെ ഈ പാസേജിൽ എവിടെയാന്ന് കണ്ടുപിടിച്ച് എഴുതാവുന്നതേ ഉള്ളൂ. വലിയ ഗ്രാമർ ഉണ്ടാവണമെന്നൊന്നുമില്ല, ഇല്ലെങ്കിലും മാർക്ക് കിട്ടും. ഓക്കെ. സ്ക്വിറൽ കണ്ടില്ലേ നിങ്ങള്, കൊച്ചുകുട്ടി കണ്ടില്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ. ഹാഫ് വേ അപ്പ് ദ ട്രീ I had built a small platform on which I would often spend the afternoons when it was not too hot. Halfway up the tree, മരത്തിന്റെ ഏറ്റവും തുഞ്ചത്തല്ല, മരത്തിന്റെ ഏതാണ്ട് ഒരു പാതി ഉയരത്തില് I had built, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, a small platform. നിങ്ങളൊക്കെ മരത്തിന്റെ മുകളിൽ കയറാറില്ലേ? അവിടെ നല്ല താഴ്ത്തടികളൊക്കെ നല്ല വീതിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ കിടക്കാനൊക്കെ പറ്റും. കിടന്നുറങ്ങാൻ പറ്റുണ്ടാവില്ല, അതിന്റെ പടി കഴിയും. പിന്നോട് വരുമ്പോ ആശുപത്രിയില്ല, പോട്ടെ. ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഓൺ വിച്ച് ഐ വുഡ് ഓഫൺ സ്പെൻഡ്, ഞാൻ പലപ്പോഴും ചെലവഴിക്കാറുണ്ട്, ദ ആഫ്റ്റർനൂൺസ് വെൻ ഇറ്റ് വാസ് നോട്ട് ടു ഹോട്ട്, അല്ലേ, അത്ര ചൂടില്ലാത്ത സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ ആഫ്റ്റർനൂണിലൊക്കെ ഞാൻ ഈ മരത്തമ്മ ഒരുപാട് പ്രാവശ്യം, അല്ലേ, ഈ മരത്തിന്റെ പകുതി ഉയരത്തിൽ ഒരു സ്ഥലം എനിക്കുണ്ട്, അവിടെ ചെന്നിരിക്കും ഞാൻ. അവിടെയാണ് എന്റെ ആഫ്റ്റർനൂണൊക്കെ ചെലവഴിക്കാറുള്ളത്, അത്ര ചൂടില്ലാത്ത സമയത്ത്. ഓക്കെ. ഐ കുഡ് റീഡ് ദർ, അവിടെ ഇരുന്ന് ഞാൻ എന്താ ചെയ്യുക, ഞാൻ അവിടെ പുസ്തകങ്ങളൊക്കെ കൊണ്ടുപോകും, അവിടെ ഇരുന്ന് വായിക്കും. പ്രോപ്പിംഗ് മൈസെൽഫ് അപ്പ് അഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ with the cushions taken from the drawing room. എന്താ അവിടെ പറയണത്? I could read there, propping myself up against the ball. ബോൾ എന്ന് വെച്ചാൽ നമ്മൾ കളിക്കുന്ന ബോളല്ല, ഒരു തായ്തടി ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മരം വലിയ മരമൊക്കെ ആവുമ്പോ അതിന്റെ തടികളൊക്കെ, അതിലെ ചില ശിഖരങ്ങളുടെ ആ പ്രതലങ്ങളൊക്കെ ഭയങ്കര വീതി, ശരിക്കും ഒരാൾക്ക് ഇരിക്കാനോ കിടക്കാനൊക്കെ പറ്റുന്ന അത്രയും വ്യാപ്തി ഉണ്ടായിരിക്കും, ഇല്ലേ, ഓഫ് ദ ട്രീ. അവിടേക്ക് ഞാൻ വിത്ത് കുഷ്യൻ കൊണ്ടുപോകും, തലയണ കൊണ്ടുപോകും. ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം, വീട്ടിൽ നിന്നെടുത്ത തലയണയ്ക്കായിട്ടാണ് ഞാൻ അവിടേക്ക് പോവുക, മുകളിലേക്ക് പോവുക. അവിടെ നല്ല ആ വ്യാപ്തിയുള്ള പ്രതലത്തിലൊക്കെ തലയണക്കിട്ട് അവിടെ ഞാൻ കിടന്നിട്ട് വായിക്കും പുസ്തകങ്ങളൊക്കെ. എത്ര പുസ്തകങ്ങൾ വായിക്കാറ് നോക്കൂ. ട്രഷർ ഐലൻഡ് നോവലാണ്, അതുപോലെ തന്നെ ഹക്കിൾബറി ഫിൻ നോവലാണ്, പുസ്തകങ്ങളാണ്. ആൻഡ് ദ മോഗ്ലി സ്റ്റോറീസ്, മോഗ്ലി കഥകള്.
and the novels of Edgar Rice Burroughs. Edgar Rice Burroughsന്റെ നോവലുകള് ആൻഡ് ലൂയിസ മേ ആൽക്കോട്ട്. ഇത്തരം പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ലൂയിസ മേ ആൽക്കോട്ട്, എഡ്ഗർ റൈസ് ബറോസിന്റെ നോവലുകള്, മോഗ്ലി കഥകള്, അതുപോലെ തന്നെ ഹക്കിൾബറി ഫിൻ, ട്രഷർ ഐലൻഡ് എന്നീ സാഹിത്യകൃതികളൊക്കെ ഞാൻ ഈ മരത്തുമ്മ ആഫ്റ്റർനൂണിൽ കയറിയിരിക്കുമ്പോ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വായിക്കാറുള്ളതാണ്. ഓക്കെ. മെയ്ഡ് അപ്പ് മൈ ബാഗ് ഓഫ് വെരി മിക്സഡ് റീഡിംഗ്. ഇങ്ങനെ മിശ്രിതമായ കഥകളും നോവലുകളും അങ്ങനെ സമ്മിശ്രമായ പുസ്തകങ്ങളൊക്കെ വൈകുന്നേരങ്ങളിൽ ഈ മരത്തുമ്മ കയറിയിരുന്ന് ഞാൻ വായിക്കാറുണ്ടെന്നാണ് ഈ കുട്ടി പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? When I didn't feel like reading. ഇനി കുറേയൊക്കെ വായിച്ചു കഴിയുമ്പോ ആ മൂഡ് പോവും, വായിക്കാനുള്ളൊരു മൂഡ് കിട്ടില്ല. When I didn't feel like reading. അപ്പൊ എനിക്ക് വായിക്കാനുള്ളൊരു മൂഡില്ലാത്ത സമയത്ത് I could look down through the banyan leaves. ആ ബാനിയൻ ട്രീയുടെ ആൽമരത്തിന്റെ മുകളിലാണല്ലോ മൂപ്പരിയ്ക്കുന്നത്. അവിടുന്ന് അതിന്റെ ലീവ്സ്, അതിന്റെ ഇലകൾക്കിടയിലൂടെ താഴേക്ക് നോക്കും. അറ്റ് ദ വേൾഡ്, താഴെയുള്ള ലോകത്തേക്ക് നോക്കും. മരത്തുനിന്ന് താഴേക്ക് നോക്കുന്ന അർത്ഥം തൊട്ട് താഴെയാണല്ലോ, തൊട്ടപ്പുറത്താണല്ലോ വീടൊക്കെ ഉള്ളത്, അവിടേക്കൊക്കെ നോക്കാലോ അല്ലേ? എന്ന് വെച്ചാല് പുസ്തകങ്ങൾ വായിക്കാനുള്ള ആ ഒരു മടുപ്പ് വന്നു കഴിഞ്ഞാൽ ഞാൻ താഴേക്കൊക്കെ നോക്കി അല്ലേ? ആരെ കാണുന്നത് താഴേക്ക് നോക്കുമ്പോ? അറ്റ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് or taking down the washing. മുത്തശ്ശി അവിടെ ഹാങ്ങിങ് അപ്പ്, വിരിച്ചിടാന്ന് പറയില്ലേ? വസ്ത്രങ്ങളൊക്കെ കഴുകിയിട്ട് അത് ഹാങ്ങിങ് അപ്പ്, അത് വിരിച്ചിടാനും, ഓർ വിരിച്ചിട്ടത് ഉണങ്ങിക്കഴിഞ്ഞാൽ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ് അല്ലേ? വിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് എടുക്കുന്നതും അല്ലേ? എന്ന് വെച്ചാൽ മുത്തശ്ശി എന്താ ചെയ്യണത്? മുത്തശ്ശി അലക്കി കഴിഞ്ഞിട്ട് ഡ്രസ്സുകളൊക്കെ തോരയിടാനും, അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ പറക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. മുത്തശ്ശി എന്താ ചെയ്യണമെന്ന് പറയണം. ഓക്കെ. പിന്നെ ആരൊക്കെ കാണാറ്? പിന്നെ നമ്മുടെ സെർവന്റ് ഉണ്ട്, അറ്റ് ദ കുക്ക്. സെർവന്റ് എന്താ ചെയ്യണേ? അടുക്കളക്കാരനെ, പാചകക്കാരനെ. ക്വാറലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെൻഡർ, പഴക്കച്ചവടക്കാരുണ്ടല്ലോ. എന്ന് വെച്ചാൽ വീടാന്തരങ്ങളിലേക്ക് പഴങ്ങളും മറ്റു സാധനങ്ങളൊക്കെ വിൽക്കാൻ കൊണ്ടുവരുന്നവരുണ്ടല്ലോ. ഫ്രൂട്ട് വെൻഡർ എന്ന് വെച്ചാൽ കച്ചവടക്കാരൻ. ഫ്രൂട്ട് വെൻഡർ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വേലക്കാരൻ ക്വാറലിംഗ്, വഴക്കൂടണതൊക്കെ ഞാൻ കാണാറുണ്ട്. ആൽമരത്തിലിരുന്ന് വായിക്കാൻ പറ്റുന്ന സമയത്ത് വായിക്കാറുണ്ട്, അല്ലാത്ത സമയത്ത് ഇലകൾക്കിടയിലൂടെ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കുട്ടി പറയുന്നത്. ഓക്കെ. പിന്നെന്താണ്? ഓർ അറ്റ് ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ ഗ്രംബിൾ ചെയ്തോണ്ടിരിക്കുക. ഗ്രംബിൾ എന്ന് പറഞ്ഞാൽ പെറുപിറുക്കുക, മനസ്സിലാവുണ്ടോ? ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ പെറുപിറുത്തോണ്ടിരിക്കണതും ഞാൻ കേൾക്കാറുണ്ട്. അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ്സ് which instead on springing up all over his very English garden. മുത്തശ്ശന്റെ ഇംഗ്ലീഷ് ഗാർഡൻ ഉണ്ട്, വീട്ടിൽ തന്നെ ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനിലേക്ക് ചില സമയത്ത് ഇങ്ങനെ ഇന്ത്യൻ മാരിഗോൾഡ്സ്, ഒരു ചെടിയാണ്, ഒരു പൂച്ചെടിയാണ്, അതിങ്ങനെ പടർന്ന് സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. അത് പുറത്തുനിന്ന് ഇവന്റെ ഗാർഡനിലേക്ക് ഇങ്ങനെ പടർന്ന് പിടിച്ച് കയറുമ്പോൾ ദേഷ്യം വരും, അതൊക്കെ വലിച്ചിട്ട് ദൂരെ കളയും. എന്നിട്ട് ഇങ്ങനെ പെറുപിറുക്കണ മുത്തശ്ശനി ഞാൻ കാണാറുണ്ട്. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ്. പതിവായിട്ട് ദിവസേന അത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള, ആവേശഭരിതമായിട്ടുള്ള കാഴ്ചകളൊന്നും ഉണ്ടാവാറില്ല. വൈൽ ഐ വാസ് ഇൻ ദ ബാനിയൻ ട്രീ. ഞാൻ ആ ബാനിയൻ ട്രീയിലാവുമ്പോൾ അത്ര ആവേശഭരിതമായ കാഴ്ചകളൊന്നും അങ്ങനെ കാണാറില്ല. ബട്ട് ഓൺ വൺ പർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, പക്ഷേ ഒരു പ്രത്യേക ദിവസം ആഫ്റ്റർനൂണില് എന്തുണ്ടായി? ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെന്റ്, ഭയങ്കര ആവേശഭരിതമായ ഒരു കാഴ്ച ഞാൻ കണ്ടു. ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ.
ആ സമ്മറിലുടനീളം ഇത്രയേറെ ആവേശഭരിതമായ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം നടന്നു. ആ സംഭവം എന്താന്നുള്ളത് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കേണ്ടതാണ്. കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുക. അത് നരേഷനായിട്ട് ചോദിക്കും, അതുപോലെ തന്നെ ഈ എന്താണ് പിന്നെ ഡയറി ആയിട്ട് ചോദിക്കും, റിപ്പോർട്ട് ചെയ്യാൻ ചോദിക്കും, ലെറ്ററായിട്ട് ചോദിക്കും. അത് കൃത്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്കതെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ്ങുകൾ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പുസ്തകത്തിന്റെ സൈഡിൽ കാണുന്ന ആ ഷോർട്ട് ക്വസ്റ്റ്യൻസുകളുടെ അത് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. ലേബറന്തി ഉള്ളവർ അത് നോട്ട്ബുക്കിൽ പകർത്തൊന്നും വേണ്ട. അല്ലാത്തവർ കൃത്യമായിട്ട് അത് നോട്ട്ബുക്കിൽ ആ ചോദ്യങ്ങളൊക്കെ പകർത്തണം, പഠിക്കണം. ഇനി പഠിക്കാൻ വേണ്ടി പറഞ്ഞാലേ നിങ്ങൾ പഠിക്കുള്ളൂ. അതെന്തായാലും എനിക്ക് തരാണ്ട് പറ്റില്ല. അത് ഞാൻ ആ പ്രൊഫൈല് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം അതൊന്ന് എഴുതിപ്പിക്കട്ടെ. ഓക്കേ.